സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു മോഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ്. ലോക സാഹോദര്യ സംഘടനയായ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായ ബ്രൗൺസീ ദ്വീപാണ് ലക്ഷ്യസ്ഥാനം. ഹെയ്വാർഡ് ഹീത്ത്സിൽ സ്ഥിരതാമസമാക്കിയ ക്ലബ് ഹൗസ് സുഹൃത്ത് അനിലിൻ്റെ വാഹനത്തിലാണ് യാത്ര. ലണ്ടൻ നഗരത്തിൽ നിന്നും റോഡ് മാർഗം സുമാർ 3 മണിക്കൂർ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചാലാണ് ബ്രൗൺസ്വീ ദ്വീപിലെത്തുക. റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പൗവൽ എന്ന മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ 20 ആൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് ദ്വീപിലെത്തി. തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില പരിശീലനങ്ങൾ ആ കുട്ടികളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണം. 1907 ഓഗസ്റ്റ് 1 മുതൽ 9-ാം തീയതി വരെ ക്യാമ്പ് നീണ്ടുനിന്നു. അതിൽ പങ്കെടുത്ത കുട്ടികളുടെ ജീവിതശൈലി തന്നെ മാറ്റിമറിച്ച ആ ക്യാമ്പിൻ്റെ അനുഭവങ്ങളാണ് സ്കൗട്ടിംഗ് പ്രസ്ഥാനത്തിന് തുടക്കമിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പ്രസിദ്ധമായ പൂൾ ഹാർബറിൽ നിന്നാണ് ദ്വീപിലേക്കുള്ള ബോട്ട് സർവീസ്. തീരദേശമായ സാൻഡ് ബാങ്ക്സ് എന്ന സ്ഥലത്തു നിന്നും ഒരു സ്വകാര്യ ബോട്ട് കമ്പനിയും ബ്രൗൺസീ ദ്വീപിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അവിടെ നിന്നാണെങ്കിൽ 10 മിനിറ്റ് സമയത്തെ യാത്ര മാത്രം മതി എന്നതിനാൽ ആ വഴിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇംഗ്ലീഷ് ചാനൽ കരയിലേക്ക് കടന്നു കയറി ഒരു കായൽ പോലെ ശാന്തമായി കിടക്കുന്ന ജലാശയത്തിലൂടെ ഉല്ലാസ നൗകകളും വായുവഞ്ചികളും തലങ്ങും വിലങ്ങും പായുന്ന ജലപ്പരപ്പിലൂടെ 10 മിനിറ്റ് യാത്ര ചെയ്താൽ ഐലൻഡ് ലാൻഡിങ്ങിൽ ബോട്ടിറങ്ങാം. അവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള നിയോഗം ഏറ്റെടുത്ത ഒരു സ്കൗട്ട് മാസ്റ്റർ നിറഞ്ഞ പുഞ്ചിരിയോടെ കാത്തു നിൽക്കുന്നുണ്ടാവും. പുരാതനമായ ഒരു കോട്ടയെ അനുസ്മരിപ്പിക്കുന്ന പ്രവേശന കവാടത്തിലെ റിസപ്ഷനിൽ നിന്നും സന്ദർശകർക്കുള്ള പാസുകൾ എടുക്കാം. റിസപ്ഷനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മ്യൂസിയവും ലൈബ്രറിയും കാണാം. ബ്രിട്ടനിലെ നാഷണൽ ട്രസ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ബ്രൗൺസീ ദ്വീപ് സംരക്ഷിക്കപ്പെടുന്നത്. ബേഡൻ പൗവലിൻ്റെ മുഖം വെട്ടിമാറ്റിയ ഒരു കട്ടൗട്ടിൽ നമ്മുടെ മുഖം ചേർത്ത് വെച്ച് ഓർമ്മ ചിത്രങ്ങൾ എടുക്കാനുള്ള സൗകര്യവുമുണ്ട്. ബ്രൗൺസീ കോട്ടയുടെ ക്ലോക്ക് ടവറിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ ചുറ്റുമതിലിനോട് ചേർന്ന് അത്ര ആകർഷകമല്ലാത്ത ഒരു പ്രതിമ കാണാം. സ്കൗട്ട് പ്രസ്ഥാനം ജന്മം കൊണ്ട മണ്ണിലാണ് കാലൂന്നി നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതാനും ചിത്രങ്ങളും വിവരണങ്ങളും അടങ്ങിയ ഒരു ബോർഡിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന ബേഡൻ പൗവലിൻ്റെ പ്രതിമ. ചരൽ വഴിയിലൂടെ നടന്നെത്തുക അതിപുരാതനമായ ഒരു ദേവാലയത്തിനടുത്തേക്കാണ്. 13-ാം നൂറ്റാണ്ടിൽ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച പള്ളിയും കടന്നു മുന്നേറുമ്പോൾ ഒരു വിസിറ്റർ സെൻറ്റർ കാണാം. പ്രധാന ലക്ഷ്യസ്ഥാനമായ സ്കൗട്ട് സ്റ്റോൺ കാണാനുള്ള തിടുക്കത്തോടെ നേരെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. തണൽ വിരിക്കുന്ന വൻമരങ്ങൾക്കിടയിലൂടെ നീണ്ടുപോകുന്ന ചരൽപാത 20 മിനിറ്റോളം നടന്നിട്ടാണ് സൗത്ത് ഷോറിൽ എത്തിയത്. അവിടെയാണ് ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പ് നടന്നത്. സ്കൗട്ട് പ്രസ്ഥാനം ജന്മം കൊണ്ട ആ ക്യാമ്പിൻ്റെ ഓർമ്മയ്ക്കായി ഒരു വലിയ കൽസ്തൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്കൗട്ട് സ്റ്റോൺ എന്നാണ് അതറിയപ്പെടുന്നത്. ഏതാനും കബ് ബുൾബുൾ കുട്ടികളും അവരുടെ അധ്യാപകരും സ്കൗട്ട് സ്റ്റോണിന് മുന്നിൽ ഓർമ്മചിത്രങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഊഴം കഴിയുന്നതുവരെ കാത്തുനിന്ന് എൻ്റെ മോഹസാക്ഷാത്കാരത്തിൻ്റെ ചിത്രങ്ങളും പകർത്തി ഞങ്ങൾ മടങ്ങിപ്പോന്നു.